ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ടാഗ് മാംഗോയിൽ എങ്ങനെയാണ് നമുക്ക് വന്നൊരു എമൗണ്ട് നമ്മൾ വിഡ്രോവൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് വരിക. ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ നടക്കും. ഈ സെയിൽസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഈ വിഡ്രോവൽ എന്നുള്ളതിൽ വരിക. വിഡ്രോവൽ എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഈ ടോട്ടൽ ബാലൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നിടത്താണ് നമുക്ക് വന്ന എമൗണ്ടുകൾ, അതായത് നമ്മുടെ കോഴ്സിന് അല്ലെ വർക്ക്ഷോപ്പിനൊക്കെ ആളുകൾ പേ ചെയ്ത എമൗണ്ട് നമുക്ക് ടോട്ടലായിട്ട് കാണിക്കുക. ഓക്കെ, പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ടോട്ടൽ ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു എമൗണ്ട് നിങ്ങളുടെ ടാഗ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മിനിമം 72 hours എങ്കിലും എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ അതിവിടെ വിഡ്രോവൽ ബാലൻസ് എന്നുള്ള ഈ ഓപ്ഷനിലേക്ക് മാറത്തുള്ളൂ. ഓക്കെ, വിഡ്രോവൽ ബാലൻസ് എന്നുള്ള ഓപ്ഷനിൽ എമൗണ്ട് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വിഡ്രോവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അവിടെ ആ വിഡ്രോവൽ ബാലൻസ് എന്നുള്ളത് അവിടെ എത്രയാണോ എമൗണ്ട് കാണിക്കുന്നത് ആ എമൗണ്ടോ അതിൽ കുറവോ മാത്രമേ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക. സോ ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ ടാഗ് ബാങ്കോയിൽ ടോട്ടൽ ബാലൻസ് ആണ് എമൗണ്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എമൗണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ ആ എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലായ സാധനം, അവർക്ക് ഇവിടെ ടോട്ടൽ ബാലൻസിൽ എമൗണ്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ അത് വിഡ്രോവൽ ബാലൻസിലേക്ക് വന്നിട്ടില്ലായിരുന്നു. സോ അവിടെ ഒരു 72 hours എങ്കിലും നിങ്ങൾക്ക് എടുക്കും ഈ വിഡ്രോവൽ ബാലൻസിലേക്ക് ആ ഒരു എമൗണ്ട് വരാൻ വേണ്ടി. ആ വിഡ്രോവൽ ബാലൻസിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് വിഡ്രോവൽ ചെയ്യാൻ പറ്റൂ. വിഡ്രോവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ മാനുവൽ റിക്വസ്റ്റ് കൊടുക്കണം. ഓക്കെ, മാനുവൽ റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്വസ്റ്റ് വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഈ റിക്വസ്റ്റ് വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ആ ഒരു എമൗണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു വിഡ്രോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. പ്രൊസീഡ് ടു വിഡ്രോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ദി വിഡ്രോവൽ ഈസ് യൂഷ്വലി പ്രോസസ്ഡ് ടു യുവർ ബാങ്ക് വിത്തിൻ 3 days എക്സ്ക്ലൂഡിംഗ് വീക്കെൻഡ്സ് ആൻഡ് ഹോളിഡേയ്സ്. അതായത് നമ്മളിവിടെ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല. ഒരു 3 ദിവസത്തെ ഒരു പ്രോസസ്സിംഗ് ടൈം അവർ പറയുന്നുണ്ട്. 3 ദിവസത്തെ പ്രോസസ്സിംഗ് ടൈം പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ 3 ദിവസത്തിന്റെ ഇടയിൽ വീക്കെൻഡുകളോ അല്ലെങ്കിൽ മറ്റ് ബാങ്കിങ് ഹോളിഡേയ്സോ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ വീണ്ടും എക്സിറ്റ് ആവും. അങ്ങനെ ഇടയിൽ വീക്കെൻഡ്സോ അല്ലെങ്കിൽ ഹോളിഡേയ്സോ വരാതെ 3 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾക്ക് എടുക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സോ ഈ രീതിയിലാണ് നമ്മുടെ ടാഗ് ബാങ്കോന്ന് നമുക്ക് വന്നൊരു എമൗണ്ട് നമ്മൾ വിഡ്രോവൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.